ഇന്ന് ചെറിയൊരു ക്ലീനിങ് ഒക്കെ ആയിട്ട് അമ്മച്ചിയുടെ സാമ്രാജ്യത്തിലേക്ക് ഒന്ന് ഇടിച്ചു കയറിയിട്ടുണ്ടേ. ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമാണ്. ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും പുറത്തു പോവാതെ ദേ ഇവിടെ ഭദ്രമായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ എന്ത് സാധനം വാങ്ങിച്ചാലും അതിന്റെ ബോട്ടിൽ റീയൂസിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ദേ ഇതിന്റെ മേളിൽ ഇങ്ങനെ വന്ന് കിടക്കും കേട്ടോ. അമ്മച്ചിയുടെ വർഷങ്ങളായിട്ടുള്ള ശേഖരം ആയതുകൊണ്ട് കുറച്ച് കുന്നുകൂടിയ പോലെ ആയിട്ടുണ്ടേ. പറമ്പിലും കളയാൻ പറ്റത്തില്ല, കത്തിക്കാനും പറ്റത്തില്ല, റീയൂസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അമ്മച്ചി ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇതിനകത്ത് കയറി ഇങ്ങനെ വിറകാനൊന്നും അങ്ങനെ സമ്മതിക്കാത്തതാണേ. ഇതിപ്പോ അമ്മച്ചിക്ക് കൈ എത്താത്തത് കൊണ്ട് മുകളിലത്തെ ഷെൽഫ് ആകെ അലങ്കോലമായിട്ടുണ്ടേ. കുറച്ചൊന്ന് ഒഴിവാക്കാം എന്ന് ഓർത്തു. മിക്കവാറും സമയങ്ങളിൽ അമ്മച്ചി ഒറ്റയ്ക്ക് വീട് കൈകാര്യം ചെയ്തിരുന്ന ആളായതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളെയും പോലെ തന്നെ അമ്മച്ചിയുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയ പോലെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്നിടത്ത് വെക്കാനും പെട്ടെന്ന് കിട്ടേണ്ടതൊക്കെ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ വെച്ചും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അമ്മച്ചിയുടെ ഈ ഏരിയയിലേക്ക് ഞങ്ങൾ അങ്ങനെ വന്ന് ഒതുക്കി പെറുക്കി വെക്കുന്നതും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുന്നതൊന്നും അമ്മച്ചിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇനി അമ്മച്ചിയുടെ അടുക്കളയിലെ പാത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഉപയോഗിച്ച് ആത്മാവും ജീവനും പോയ പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പാത്രങ്ങൾ വരെ ഇവിടെ ഇരിപ്പുണ്ട്. രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ടിൽസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത് മസാലപ്പൊടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ മേടിക്കുന്ന മസാലപ്പൊടികൾ അതിന്റെ കവറിൽ റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിച്ചു വെക്കുന്നതല്ലാതെ ഒരു ടിന്നിലും ഇരിക്കുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. പൊടികളൊക്കെ കവറിൽ നിന്ന് മാറ്റി ടിന്നിലേക്ക് ഇട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് പൂത്തു പോകുന്ന ഒരു കണ്ടീഷനും ഇവിടെ ഉണ്ട്. അതും ശരിയാണ്. പണ്ടത്തെ പഴയ തൂക്കുപാത്രം കണ്ടപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാല് മേടിക്കാൻ പോവാത്തതിന് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഊടുപാട് തല്ല് കിട്ടിയ കഥയൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു കേട്ടോ ഞങ്ങള്. അങ്ങനെ സ്റ്റോറിന്ന് വേസ്റ്റ് ആയിട്ടിരുന്ന കുറെ ഐറ്റംസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 ചാക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കിട്ടിയത്. ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം ഞങ്ങൾ കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് മാത്രമാണ് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നത്, അല്ലാതെ പ്ലാസ്റ്റിക് ബോട്ടിൽസും പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാറില്ല. ഒരു മൂലയ്ക്ക് ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കുറെ സാധനങ്ങൾ കൊടുക്കാനുണ്ട്, കുറെ വേസ്റ്റ് കത്തിക്കാനും ഉണ്ട്. ഇത് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു തൂക്കുപാത്രമായിരുന്നേ. ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ അമ്മച്ചി പാല് വാങ്ങിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന തൂക്കുപാത്രമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ മൂത്ത ചേട്ടായിക്കും എനിക്കും അച്ചുണ്ടായപ്പം അവൾക്കും ഒക്കെ പാല് വാങ്ങിക്കാൻ കൊണ്ടുപോകാൻ അവസരം തന്ന ഒരു തൂക്കുപാത്രമായിരുന്നു കേട്ടോ. അത് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ.